കേരളത്തിൻ്റെ ആധുനികതയെക്കുറിച്ചുള്ള വിമർശ വിചാരം, ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ ചരിത്രവും വർത്തമാനവും അതിൻ്റെ രാഷ്ട്രീയ വിമർശം, അതുപോലെ ശ്രീനാരായണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വിമർശ ചിന്തകൾ, ഇങ്ങനെ ഹിന്ദു കൊളോണിയലിസത്തെക്കുറിച്ചുള്ള വിശകലനങ്ങൾ, ഇങ്ങനെ വളരെ സമഗ്രമായ രീതിയിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാമൂഹ്യ രാഷ്ട്രീയ തത്വചിന്താപരമായിട്ടുള്ള തലങ്ങളിലുള്ള വിമർശം ഉയർത്തുന്ന ചിന്തകനാണ് ശ്രീ ജയരഘു. അദ്ദേഹവുമായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭാഷണ പരമ്പരയിലാണ് ഇന്ന് കേരളത്തിൻ്റെ ആധുനികതയെക്കുറിച്ച്, നവോത്ഥാനത്തെക്കുറിച്ച് ഒക്കെയുള്ള പുതിയ വിമർശ പരിപ്രേക്ഷ്യങ്ങൾ ജയരഘു അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നവോത്ഥാനം എന്ന് പറഞ്ഞ് പഴകിയിരിക്കുന്ന ഈ സംസ്കൃത പരികൽപ്പനയെ വിമർശാത്മകമായി പുനർനിർമ്മിച്ചുകൊണ്ട് പുതിയ ഒരു അറിവൊളി എന്നൊരു വ്യവഹാരം അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അറിവൊളിയെക്കുറിച്ച് കൂടുതലായി അദ്ദേഹത്തിൻ്റെ പുതിയ വിമർശ ചിന്തകൾ നമുക്ക് ഇന്ന് കേൾക്കാവുന്നതാണ്. ഈ കേരളത്തിൻ്റെ ഈ സാമൂഹിക രാഷ്ട്രീയ താത്വികമായ വ്യവഹാരങ്ങളിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒരു ഹോക്സ്, ഒരു സവർണ കോൺസ്പിറസി എന്ന് പറയുന്നത് കേരള നവോത്ഥാനം എന്ന് പറയുന്ന ടേമാണ്. ഇപ്പോൾ 1888 അരുവിപ്പുറത്ത് നാരായണഗുരു ഉദ്ഘാടനം ചെയ്ത ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്, ആ ഈവൻറ്റിനെ തുടർന്ന് 1903 SNDP രൂപീകരണം, അതിനെ പിൻപറ്റിക്കൊണ്ട് സാധുജന പരിപാലന യോഗം, കൊച്ചിൻ പുലയ മഹാസഭ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഘടനകളുടെ രൂപീകരണവും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ഈ അവർണ ജനവിഭാഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള അക്ഷരാർത്ഥത്തിൽ ചോര പൊടിഞ്ഞ കലാപങ്ങളും സംഘർഷങ്ങളുടെയും വലിയൊരു പരമ്പര കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് നാരായണഗുരുവിന് പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ പ്രവർത്തിച്ചിരുന്ന ധർമ്മപട സംഘം കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിൽ ചേലൂര്, ആറാട്ടുപുഴ, തലയോലപ്പറമ്പ്, ഇങ്ങനെ അനവധി സ്ഥലങ്ങളിൽ ഈ പൂരം എഴുന്നള്ളിക്കുമ്പോൾ അവിടുത്തെ ഒരു ആചാരം പോലെ നടത്തിയിരുന്നതാണ്. ഈഴവരും മറ്റു പുലയ കുറവ് വിഭാഗത്തിൽപ്പെട്ട ആളുകളും സ്വന്തം വീടുകളിൽ നിന്ന് വീട് പൂട്ടി എവിടെയെങ്കിലും പോയി ഒളിക്കണം. വൈകിട്ട് മാത്രം ഈ പൂരം എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സ്വന്തം വീട്ടിൽ പ്രവേശിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ പൂരം കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ കാണുന്ന അവർണരെ യാതൊരു കാരണവുമില്ലാതെ അടിക്കുക എന്ന് പറയുന്നത് ഒരു ആചാരം പോലെ തുടർന്നു വന്നിരുന്നു. ഇപ്പം ഇവിടെ ധർമ്മപട സംഘത്തിൻ്റെ ബോധാനന്ദ സ്വാമി നേതൃത്വത്തിൽ ധർമ്മപട സംഘം ഒരു തീരുമാനമെടുത്തു. ഈ പൂരം കൊണ്ടുവരുമ്പോൾ അത് വഴി മുടക്കി ധർമ്മപട സംഘത്തിൻ്റെ വോളണ്ടിയർമാർ നിൽക്കുക, എന്നിട്ട് അടിക്കാൻ വരുന്നവരെ ശരിക്കും കായികമായി തന്നെ നേരിടുക. ഇങ്ങനെ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ കാരണം എല്ലായിടത്തും നമ്പൂതിരിമാർക്ക് വേണ്ടി അടി നടത്തിയിരുന്ന മെഴ്സണറി ആർമി എന്ന് പറയുന്നത് നായർ ചട്ടമ്പികളായിരുന്നു. ഇവരെ കായികമായി പരാജയപ്പെടുത്തി എല്ലാ സ്ഥലങ്ങളിലും അടിച്ചിട്ടാണ്, സായുധ സംഘർഷങ്ങളിലൂടെയാണ് സഞ്ചാര സ്വാതന്ത്ര്യവും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യവും സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ധർമ്മപട സംഘം നേടിയെടുത്തത്. അതിനുശേഷം പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒരു അധ്യായം എന്ന് പറയുന്നത് വൈക്കം പോരാട്ടമാണ്. അപ്പോൾ ഈ ചേലൂര്, ആറാട്ടുപുഴ, തലയോലപ്പറമ്പ്, താണിശ്ശേരി കലാപം, ഇവിടുത്തെയൊക്കെ കലാപങ്ങൾക്ക് ശേഷം അന്ന് 1919-20 കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ട് തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് അയച്ച ഒരു രഹസ്യ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പറയുന്നത് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക ആചാര്യൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ച തത്വ സംഹിതയിൽ ആവേശിതരായ കേരളത്തിലെ ഈഴവ തീയ വിഭാഗങ്ങൾ വലിയ ഹിന്ദു സോഷ്യൽ സിസ്റ്റം എന്നാണ് അതിനകത്ത് ആ റിപ്പോർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ സോഷ്യൽ സിസ്റ്റത്തെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പല സ്ഥലങ്ങളിലും സന്നാഹങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ചേർത്തല, ഈ വൈക്കം താലൂക്കുകളിൽ ജനസംഖ്യയിൽ വലിയ ഭൂരിപക്ഷം അവരാണ്. ഈ പ്രദേശങ്ങളിലും വലിയ സായുധമായ സമരങ്ങൾക്ക് അവർ ഒരുക്കം കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നിലവിലുള്ള പോലീസിനെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട് അതിനെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് കൂടുതൽ പട്ടാളത്തെയും പോലീസിനെയും അങ്ങോട്ട് നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണ്.
ഇപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഈ ധർമ്മപട സംഘത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു രഹസ്യ സംഘടനയുടെ രീതിയിലാണ് പ്രവർത്തിച്ചത്. അവരുടെ മിനിറ്റ്സ് രേഖപ്പെടുത്താറില്ല. പിന്നെ അംഗങ്ങൾ ഈ കൈ മുറിച്ച് നെറ്റിയിൽ ചോര പുരട്ടിയിട്ടാണ് അവർ ഇതിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഇതിൽ അംഗമാകുന്നത്. പക്ഷേ ഇവരുടെ രേഖകളൊന്നും സൂക്ഷിക്കാറില്ല. അതുകൊണ്ട് അവരുടെ രേഖകളിൽ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ തീരുമാനങ്ങൾ, ഭാവി പ്രവർത്തനത്തെ പറ്റിയുള്ള തീരുമാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ പ്രയാസമാണ്. ഇത്തരത്തിലുള്ള പോലീസ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിലെ കലാപങ്ങളിലെ വിജയത്തിന് ശേഷം അവർ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന സ്ഥലം വൈക്കമായിരുന്നു. വൈക്കത്ത് ബോധാനന്ദ സ്വാമികളുടെ ധർമ്മപട സംഘം ഒരു സഞ്ചാര സ്വാതന്ത്ര്യ കലാപം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷേ വൈക്കത്തെ ശിവക്ഷേത്രം തന്നെ അവർ ഇടിച്ചു നിരത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പം ഇത് മനസ്സിലാക്കിയ മണത്തറിഞ്ഞ സവർണർ ഗാന്ധിയെ പോയി കണ്ട് ബോധാനന്ദ സ്വാമികളുടെ നാരായണ ഗുരുവിൻ്റെ മാനസികമായ പിന്തുണയിൽ ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ധർമ്മപട സംഘം അവിടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യ കലാപം നടത്തുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഭയാനകമായ വിപത്ത് തടയാനുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് ഗാന്ധിയൻ രീതിയിലുള്ള ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ വൈക്കം സത്യാഗ്രഹം നടന്നിട്ട് ആദ്യമൊന്നും സഹോദരൻ അയ്യപ്പൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. ടി കെ മാധവനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം സഹോദരനിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്, സഹോദരൻ മാസികയിൽ ടി കെ മാധവൻ ജയിലിൽ കിടക്കുമ്പോൾ ഇനി മിണ്ടാതിരിക്കുന്നത് പാപമാണ്. ഈ സമരത്വം ആര് തുടങ്ങി, എന്തിന് തുടങ്ങി എന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം എന്ന് പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ പറയുകയാണ് ഈ സമരം ആര് തുടങ്ങി, എന്തിന് തുടങ്ങി എന്നതിനെക്കുറിച്ച് അവർണ ജനവിഭാഗങ്ങൾക്കിടയിലും SNDP നേതൃത്വത്തിലും അല്ലെങ്കിൽ SNDPയുടെ നേതൃനിരയിലുള്ള നാരായണഗുരു, സഹോദരൻ അയ്യപ്പൻ, CV കുഞ്ഞിരാമൻ, C കേശവൻ, മിതവാദി കൃഷ്ണൻ ഇവർക്കൊക്കെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ടി കെ മാധവനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് സഹോദരൻ അയ്യപ്പൻ അങ്ങോട്ട് പോകുന്നത്. അതുപോലെ നാരായണഗുരു ഏതാണ്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയപ്പോഴും സാമ്പത്തികമായ കാരണം ഗാന്ധി വന്ന് അവിടെ അകാലികൾ വന്നിട്ടുണ്ടായിരുന്നു, മറ്റു മതസ്ഥരുടെ പിന്തുണയുണ്ടായിരുന്നു, പിന്നെ അവിടെ ഭക്ഷണം മുഴുവൻ സംഭാവന ചെയ്ത് തരുന്ന അകാലികൾ ഒരു പ്രത്യേക ഭോജനശാല തന്നെ നടത്തിയിരുന്നു. ഇതൊക്കെ ഗാന്ധി നിർത്തിച്ചിട്ട് ഇത് ഹിന്ദുക്കളുടെ ഒരു കുടുംബ പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്തപ്പോൾ ഇതിന് സാമ്പത്തികമായ വലിയ ഞെരുക്കമുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ശിവഗിരിയിൽ ഒരു വലിയ പണപ്പിരിവ് നടത്താനുള്ള വഞ്ചി നാരായണഗുരു ഏർപ്പാടാക്കി. പക്ഷെ എങ്കിലും പിന്നീട് സെപ്റ്റംബർ 28, 29, 30 തീയതികളാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം ഈ അവിടുത്തെ സന്ദർശന സമയത്തും പിന്നെ ഈ വൈക്കം പോരാട്ടത്തെക്കുറിച്ചുള്ള ചില ശിഷ്യരും അനുയായികളുമായിട്ട് പല സന്ദർഭങ്ങളും നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന നാരായണഗുരുവിന് ഇതിനോട് പിന്നെ മാനസികമായി യോജിപ്പില്ലായിരുന്നെങ്കിലും അവർ ഈഴവരും പുലയരുമൊക്കെ വലിയ ത്യാഗങ്ങൾ സഹിക്കുന്നതിനോടുള്ള അദ്ദേഹത്തെ ധാർമ്മികമായ അനുഭാവവും സങ്കടവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ സന്ദർശിച്ചത്. അപ്പോൾ അത് സന്ദർശിക്കുമ്പോൾ തന്നെ അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്, ഈ നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ ബാരിക്കേഡിന് മുമ്പിൽ പോയിട്ട് ഇങ്ങനെ പിന്നെ ഭീരുക്കളെ പോലെ നിൽക്കുന്നത്, അറസ്റ്റ് വരിക്കാൻ വേണ്ടി കയ്യും കെട്ടി നിൽക്കുന്ന ആ തട്ടിക്കളഞ്ഞ് ചാടിക്കടന്ന് എവിടെയൊക്കെ കടക്കരുതെന്ന് പറയുന്നു അവിടെയെല്ലാം കടക്കണം. അവിടെ വെച്ചിരിക്കുന്ന പിന്നെ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന പായസം എടുത്ത് കുടിക്കണം. അതായത് നോക്കണം, അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കണമെന്നല്ല അദ്ദേഹം പറയുന്നത്, അവിടെ നിങ്ങൾക്ക് തരാതെ വെച്ചിരിക്കുന്ന പായസവും അതുപോലുള്ള കാര്യങ്ങൾ ഭക്ഷണ സാധനങ്ങളും ഉണ്ടെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് പോരണം എന്നാണ്. പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഇതിനെപ്പറ്റി ഒരു ശിഷ്യൻ വന്നിട്ട് എന്നോട് അന്വേഷിക്കുന്നുണ്ട്, നാരായണഗുരു ഇപ്പോൾ എങ്ങനെയുണ്ട് സത്യാഗ്രഹം? ഇപ്പോൾ പോരാ, ഇപ്പോൾ ഗാന്ധി പറയുന്നത് സത്യാഗ്രഹികൾക്ക് തപശക്തി വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ടാണ് സത്യാഗ്രഹം ജയിക്കാത്തതെന്ന്. അപ്പം എന്നാൽ പിന്നെ നാരായണഗുരു മറുപടിയായിട്ട് പറഞ്ഞു, നമുക്കിതിൻ്റെ തപശക്തി കൂടുതലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് സത്യാഗ്രഹം കടന്നാൽ പോരെ, ഈ പാവങ്ങളെ ഈ മഴയത്തും വെയിലത്തും വിട്ട് ഇങ്ങനെ പിന്നെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ പരിഹാസത്തോടെയാണ് തപശക്തി കൂടുതലുള്ള ഗാന്ധിക്ക് വന്ന് സത്യാഗ്രഹം കടന്നാൽ പോരെ, ഈ പാവങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ എന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ട് അയാളോട് അവസാനം നാരായണഗുരു പറയുകയാണ്,
ഈ മനുഷ്യനെ തൊട്ടാൽ അശുദ്ധി ആകുമെന്ന് കരുതുന്നവർ ഒരിടത്തും സമാധാനപരമായി ഇരുന്ന് ഒന്നും ചെയ്യാൻ അനുവദിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗാന്ധിയൻ ഈ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യ സമത്വ അവകാശ പോരാട്ടങ്ങളെക്കുറിച്ച് ഗാന്ധി പുലർത്തിയിരുന്ന രക്ഷകർത്താപരമായ ഒരു വീക്ഷണം, നോൺ വയലൻസും പാസീവ് റെസിസ്റ്റൻസും, ഇതിൽ നിന്ന് ഘടകവിരുദ്ധമായ സമീപനമാണ് നാരായണഗുരു പുലർത്തിയിരുന്നത്. ഇതിനെ കൂടുതൽ സമർത്ഥിക്കുന്ന ഒരു സംഭാഷണം കൂടിയുണ്ട്. ഈ 25-ൽ ഗാന്ധി ഇവിടെ വരുന്നുണ്ട്. ഗാന്ധി ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂതിരി ക്ഷേത്ര പിന്നെ ഊരാളിയായ അയാളുമായിട്ട് സംഭാഷണം നടത്തുന്നു. ആ സംഭാഷണത്തിൽ അയാൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് അയാളുടെ സംഭാഷണത്തിൽ നമുക്ക് വ്യക്തമാകും. അത് കഴിഞ്ഞ് ഈ ഇവിടെ തിരുവനന്തപുരത്തിനടുത്തുള്ള മാവേലിക്കര കായംകുളം ഭാഗത്തുള്ള ഒരു ഈഴവ പ്രമാണിയുടെ വീട്ടിൽ വെച്ചിട്ട് സർ CP, അമ്പലത്തിൻ്റെ വൈക്കം ക്ഷേത്രത്തിൻ്റെ ആൾക്കാർ, ഗാന്ധി, നാരായണഗുരു ഇങ്ങനെയൊക്കെ ആളുകൾ പങ്കെടുത്ത ഒരു സന്ധി സംഭാഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിയോട് നാരായണഗുരു തുറന്നു പറയുകയാണ്, ഈ ജാതിക്കെതിരായ സമരത്തിൽ അഹിംസാമാർഗം ഒട്ടും പ്രായോഗികമല്ല. ഇത് ശരിക്കും ഒരു ലോകത്തിൽ എല്ലായിടത്തുമാണ് ഇത്രത്തോളം കാരണം ഈ ജാതി എന്ന് പറയുന്നത്, സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധം, ഈ ഐത്താചാരം എന്ന് പറയുന്നത് യാതൊരു യുക്തിക്ക് നിരക്കുന്നതല്ല. അതിനെ സംബന്ധിച്ച് നെഗോസിയേഷൻ, ഒരു സന്ധി സംഭാഷണം പോലും സാധ്യമല്ല. അത് തനി കാടത്വത്തിൻ്റെയും പ്രാകൃതത്തിൻ്റെയും ഈ കയ്യൂക്കിൻ്റെയും ഒരു ഭാഷയാണ്. അപ്പോൾ അതിനെ തിരിച്ച് കയ്യൂക്ക് കൊണ്ട് മാത്രമേ നേരിടാൻ കഴിയുകയുള്ളൂ. മുഷ്കിനെ അടിച്ച് തന്നെ പരാജയപ്പെടുത്തണം എന്ന വാദക്കാരനായിരുന്നു നാരായണഗുരു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന് ഈ ഗാന്ധി പറയുന്ന സത്യാഗ്രഹം, അഹിംസാപരമായ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഒരു മാന്യനായ ശത്രുവിനെ ധാർമ്മികമായി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന വളരെ മോശപ്പെട്ട ഒരു സമര രീതിയായിട്ടാണ് നാരായണഗുരു സമീപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ എന്ന് പറയുന്ന സാമാന്യം പരിഷ്കൃതനായ പാർലമെൻ്ററി ജനാധിപത്യ മൂല്യങ്ങളിലൊക്കെ തത്വത്തിലെങ്കിലും വിശ്വസിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ ആയതുകൊണ്ടാണ് ഗാന്ധിയുടെ സത്യാഗ്രഹം പലപ്പോഴും വിജയിക്കുന്നത്. ഈ ഗാന്ധിയുടെ സത്യാഗ്രഹം ഹിറ്റ്ലർക്കും മുസോളിനിക്കും ഭരിക്കുന്ന ഒരു നാട്ടിലായിരുന്നുവെങ്കിൽ സത്യാഗ്രഹങ്ങൾ മുഴുവൻ അവർ വെടിവെച്ച് കൊല്ലുമായിരുന്നു. ഇവിടെ നമ്മൾ ഈ ഗാന്ധിയുടെ നോൺ വയലൻസ് എന്ന് ലോകത്തിന് മുഴുവൻ മാർട്ടിൻ ലൂതർ കിങ് പ്രശംസിച്ചു. അത് കഴിഞ്ഞ് അതിനേക്കാളൊക്കെ നമുക്ക് അത്ഭുതകരമായി തോന്നുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ഗാന്ധിയെപ്പറ്റിയുള്ള ലോക ഒരു മഹാത്മാ നിർമ്മിതി പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. കാരണം അമേരിക്കയാണ് ഗാന്ധി ഇത്രത്തോളം ലോകാചാര്യനും അഹിംസയുടെ ഒരു മിശികയാക്കി മാറ്റുന്നതിന് പിന്നിൽ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമായിരുന്നു. അതിന് ഒരു കാരണം ഈ ബ്രിട്ടൻ പതുക്കെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടൻ്റെ സ്ഥാനത്ത് ലോകശക്തിയായി വരണം എന്നുള്ള ആഗ്രഹം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന, ഭയപ്പെടുത്തി നിർത്താൻ കഴിയുന്ന ഒരു ലോക മിശികയെ മനഃപൂർവ്വം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ക്യാമ്പയിൻ നേതൃത്വം കൊടുത്തിരുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഈ ക്യാമ്പയിനിലൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞു, ഇതുപോലെയുള്ള ഒരു മഹാൻ മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിൽ ഭാവി തലമുറ അത്ഭുതപ്പെടും. ഇത് ഈ ഇന്ത്യക്ക് പുറത്തുള്ള മോഡേൺ യൂറോപ്യൻ രാജ്യങ്ങളിലെ അഭ്യസ്തവിദ്യരായ ആളുകൾക്കിടയിൽ ഐൻസ്റ്റീൻ്റെ ഈ പ്രസ്താവന ഗാന്ധിക്ക് വലിയ ക്രെഡിബിലിറ്റി ഉണ്ടാക്കി. കാരണം ഐൻസ്റ്റീൻ വേണമെങ്കിൽ അദ്ദേഹത്തെപ്പറ്റി തന്നെ പറയാവുന്നതാണ്, എന്നെപ്പോലെ ഒരു ജീനിയസ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് ഭാവി തലമുറ അത്ഭുതപ്പെടും എന്ന് അദ്ദേഹത്തെപ്പറ്റി പറയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് ഒട്ടുമർഹിക്കാത്ത ഒരു മനുഷ്യന് മേൽ ചാർത്തിയത് ആൽബർട്ട് ഐൻസ്റ്റീന് സംഭവിച്ച ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വൈക്കം പോരാട്ടം അതിനകത്ത് നമ്മളിന്ന് വിമർശനപരമായി തന്നെ കാണേണ്ടതാണ്. ഒരു പരിധിവരെ ഈ വൈക്കത്ത് സംഭവിക്കാമായിരുന്ന വലിയൊരു കലാപ പോരാട്ടത്തെ അതിനെ നുള്ളിക്കളയുന്നതിൽ സവർണ ഗൂഢാലോചനയിൽ വളരെ പോരാട്ടവീര്യം ഉണ്ടായിരുന്ന അതിഗംഭീരനായ സംഘാടക വൈദഗ്ധ്യമൊക്കെ ഉണ്ടായിരുന്ന TK മാധവനെ ഈ സവർണർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. കാരണം അതിൻ്റെ കോൺഗ്രസ് പക്ഷപാതിത്വം ഉണ്ടായിരുന്നു. പിന്നെ ഒരു റിഫൈൻഡ് ഹിന്ദുയിസം പോസത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. ജാതി പോയാൽ ഹിന്ദുയിസം നല്ലതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹത്തെ ചൂഷണം ചെയ്യാൻ, അദ്ദേഹത്തിന് ഈ വൈഭവങ്ങളെ, ഈ കഴിവുകളെയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു ഗാന്ധിയുടെ സത്യാഗ്രഹമാക്കി ജീർണിപ്പിക്കാൻ
അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ അദ്ദേഹം വൈക്കം പോരാട്ടം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു എല്ലാ ഈഴവരും കോൺഗ്രസ്സിൽ ചേരണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്തണം. ഇത് അദ്ദേഹം പറഞ്ഞത് സഹോദരനയ്യപ്പൻ കേരളം ഉടനീളം നടന്ന് ആത്മാഭിമാനമുള്ള ഈഴവരാരും കോൺഗ്രസ്സിൽ ചേരാൻ പാടില്ല. കാരണം ഈ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് മുൻപുണ്ടായിരുന്ന ഏറ്റവും പ്രാകൃതമായ സവർണരാജ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനവും. അതുകൊണ്ട് ഒരു കാരണവശാലും ആത്മാഭിമാനമുള്ള ഈഴവ ചേരരുന്ന് സഹോദരനയ്യപ്പൻ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ടി കെ മാധവൻ പറയുന്നത് എല്ലാവരും ഈഴവരെല്ലാം കോൺഗ്രസ്സിൽ ചേരണമെന്ന് പറയുന്നത്. അതുപോലെ നാരായണഗുരു തന്നെ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷ് ഒരു ശിഷ്യനോട് യുദ്ധത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ സംസാരിച്ചു വന്നപ്പോൾ ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയുടെ അതുവരെയുള്ള മുഴുവൻ പാരമ്പര്യത്തെയും ലെഗസിയെയും നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നെപ്പോലെ ഒരു അധസ്ഥിതന്, അവർണന്, അയിത്തക്കാരന് സന്യാസിയായി ആകാനും അങ്ങനെ ജീവിക്കാനും കഴിയുന്നത് പോലും ബ്രിട്ടീഷുകാരിവിടെ ഉള്ളത് കൊണ്ടാണ്, ബ്രിട്ടീഷ് സാന്നിധ്യമാണ്. അല്ലെങ്കിൽ എനിക്ക് ശംഭൂകൻ്റെ ഗതി വരുമായിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ശിഷ്യൻ അന്തം വിട്ട് അത്ഭുതത്തോട്ട് ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തരുന്നത്, എന്താണ് സ്വാമി അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ രാമൻ്റെ കാലത്തൊക്കെ സ്മൃതി നോക്കി ധർമ്മശാസ്ത്രവും സ്മൃതിയൊക്കെ നോക്കിയല്ലേ അവർ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഹിന്ദുക്കൾ സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ. അതെ, ശുദ്രാദികളുടെ ഗതി. അപ്പോൾ ഈ നാരായണഗുരുവിന് ഈ തരത്തിലുള്ള ടി കെ മാധവൻ ഉണ്ടായിരുന്ന പോലെ ഒരു റിഫൈൻഡ് ഹിന്ദുയിസം ഈ എന്നുള്ള ഒരു തരത്തിലുള്ള ഇല്യൂഷനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതാണ് അദ്ദേഹം ഈ മതപരിവർത്തന പറ്റിയുള്ള ചർച്ചകൾ SNDP നേതാക്കൾക്കിടയിൽ സജീവമായിരുന്ന സമയത്ത് അദ്ദേഹം CV കുഞ്ഞിരാമനുമായും സഹോദരനയ്യപ്പനുമായും മറ്റു പല സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ല. 25 മതം തന്നെ ഇല്ല. പിന്നെ അതിനു മുമ്പ് അദ്ദേഹം 1917 ഈ ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ്, പ്രബുദ്ധ കേരളം. പ്രബുദ്ധ കേരളത്തിൻ്റെ പത്രാധിപർക്ക് ഒരു കത്തയച്ചു, ഞാൻ ജാതി നേരത്തെ തന്നെ വിട്ടിരുന്നു, ഇപ്പോൾ മതവും ഉപേക്ഷിച്ചിരിക്കുന്നു, ഈ കാര്യം പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഒന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാരായണഗുരു എന്ന് പറഞ്ഞ് ഒപ്പിട്ടു. അദ്ദേഹം അതിന് ശീർഷകം എഴുതിയിട്ടില്ല. അപ്പം ജാതിയും മതവും വിടുന്നു. അപ്പം മതം വിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി ആളുകൾ അന്ന് വിചാരിച്ചിരുന്നത് നാരായണഗുരു ഒരു ഹിന്ദുമത സന്യാസിയും പിന്നെ ആത്മീയവാദിയൊക്കെയാണ്. ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഈ കത്ത് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പബ്ലിഷ് ചെയ്യണം, പ്രസിദ്ധീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്താണ്. ഈ പത്രാധിപർക്ക് ഒരാൾ മതം വിടുന്നതിനെക്കുറിച്ച് 1917 ചിന്തിക്കാൻ പോലും അയാൾക്ക് ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ജാതിയില്ല വിളംബരമെന്ന് അയാൾ വാസ്തവത്തിൽ ഹിന്ദുമതമില്ല വിളംബരം എന്നായിരുന്നു അതിന് കൊടുക്കേണ്ടിയിരുന്ന ശീർഷകം. അപ്പം നാരായണഗുരു ഹിന്ദുമതത്തെ പൂർണ്ണമായും തള്ളിപ്പറയുകയും ഹിന്ദുമതം ഒരു പ്രാകൃത മതമാണെന്ന് എഴുത്തുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പിന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ഇതുപോലൊരു കെട്ട മതം ലോകത്ത് വേറെയില്ല, കെട്ട മതം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാൽ ക്രൂരമതം. പിന്നെ അപ്പോൾ ഈ കെട്ട മതം വെടിയണം നമ്മൾ നന്മ വരാൻ എന്നാണ്. അല്ലാതെ ടി കെ മാധവനെ പോലെ ഏതെങ്കിലും തരത്തിൽ ഹിന്ദുമതത്തെ പരിഷ്കരിച്ച് ഈ ഈഴവർക്കും ദളിതർക്കും കൂടി അതിനകത്ത് ഒരു ഇടം കണ്ടെത്താൻ ആയിരുന്നില്ല. ഈ 1950-കളിലാണെന്ന് തോന്നുന്നു കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ്റെ ഒരു ടീം, ഒരു കമ്മിറ്റി ഇവിടെ വന്നപ്പോൾ അതിനകത്ത് അവർ സഹോദരനയ്യപ്പനെ സന്ദർശിച്ചു. അതിനകത്തെ ഒരു ദളിത് മെമ്പർ അദ്ദേഹത്തോട് ചോദിച്ചു, ജാതി നശിപ്പിക്കാനുള്ള എന്താണ് മാർഗം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒറ്റ ലിക്വിഡേറ്റ് ഹിന്ദുയിസം, അതിനെ പൂർണ്ണമായും തുടച്ചു മാറ്റുക. അംബേദ്കർ പറഞ്ഞത് ജാതിയെ അനാഹിലേറ്റ് ചെയ്യണമെന്നാണ്, നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ്. പക്ഷേ ജാതിയെ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ ജാതിയെ കാരണം ജാതി മതത്തിൻ്റെ പരിവേഷം ആർജിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. മതത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒക്കെ പരിവേഷം ആർജിച്ചിട്ടുമാണ്. ഇപ്പോൾ ഈ വംശീയത, യൂറോപ്പിൽ വംശീയതയും അടിമത്വത്തിനെതിരൊക്കെ സമരങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നത് വംശീയത ഒരു മതപരിവേഷം അതിനില്ല. അതുപോലെ സ്ലേവറി, യൂറോപ്പിലെ സ്ലേവറിക്ക് മതപരിവേഷമില്ല. ഏറ്റവും പിന്നെ ക്രൂരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലയ്ക്കാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരായ സമരം കാര്യക്ഷമമായി നടത്താൻ പറ്റും, അതിനെതിരായ ആർഗ്യുമെൻറ്റ്സ്, വ്യവഹാരങ്ങൾ കാര്യക്ഷമമായി നടത്താൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ജാതി എന്ന് പറയുന്ന അനീതി, ജാതി എന്ന് പറയുന്ന മനുഷ്യവിരുദ്ധത
മതത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പരിവേഷം കൊണ്ടാണ് അത് സ്വയം ലെജിറ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിന് മുൻപ് ഒന്നും തന്നെ ജാതിക്കെതിരായ, ബുദ്ധൻ്റെ കാലത്തൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ ജാതിക്കെതിരായ ആലോചനകൾക്കും സമരങ്ങൾക്കും വലിയ കാര്യക്ഷമമായ ജനങ്ങളെ ഇങ്ങനെ ഇളക്കി മറിക്കാൻ കഴിയാതിരുന്നത് ജനങ്ങൾ ഇതിൻ്റെ മതപരിവേഷത്തിൻ്റെ അന്ധതയിൽ ഈ അഭിരമിച്ചു പോയി. കാരണം ജാതിക്കെതിരായി ചിന്തിക്കുന്നത് മതത്തിനെതിരായ, ധർമ്മത്തിനെതിരായ, പ്രകൃതിക്കെതിരായ, ദൈവത്തിനെതിരായ ചിന്തയും പ്രവർത്തിയാണെന്ന ഭയം ജനങ്ങളെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ജാതി പ്രവർത്തിച്ചത് ഇത് പ്രകൃതി ക്രമത്ത് ആണ്, ദൈവസൃഷ്ടിയാണ്, അപ്പോൾ നേച്ചർ തന്നെയാണ്. അപ്പം നേച്ചറിനെ നിങ്ങൾക്ക് ഒരാൾക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിന് വഴങ്ങി നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ധർമ്മം, നിങ്ങൾ അയിത്തക്കാരനാണെങ്കിൽ അയിത്തക്കാരനായി ഈ ജന്മത്തിൽ ജീവിച്ചാൽ ഒരുപക്ഷെ ഭാവി ജന്മത്ത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജന്മം കിട്ടിയേക്കാം. പിന്നെ ഈ വൈക്കം ഇണ്ടതുരുത്തി നമ്പൂതിരിയും ഗാന്ധി എന്നുള്ള സംഭാഷണത്തിൽ അയാൾ ശങ്കരസ്മൃതി ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് അവരുടെ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാതെ അവർക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആര് പറഞ്ഞാലും ഇതൊക്കെ അവരുടെ ഈ വഴി നടക്കാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഈഴവരും പുലയരും കുറവരും ഉൾപ്പെടെയുള്ള ആളുകളുടെ പൂർവ്വജന്മ ഫലമാണ് അവരെ ഈ വഴിയിൽ നടക്കാൻ അനുവദിക്കാത്തത് എന്നാണ് നമ്പൂതിരി ഗാന്ധിയോട് പറഞ്ഞത്.